PV അൻവറിനെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണെന്ന് P. ശശി ആരോപിച്ചു. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള ആക്രമണമെന്നും P. ശശി പറഞ്ഞു. ഗുരുതരമായി കുറ്റം ചെയ്തിരിക്കുന്ന MLA അൻവറിനെതിരായിട്ട് അദ്ദേഹത്തെ ഈ കോടതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പെറ്റീഷനാണ് ഇന്നിവിടെ ഫയൽ ചെയ്യുന്നത്. ബാക്കി കോടതിയും നിയമവും തീരുമാനിക്കട്ടെ. രാഷ്ട്രീയമായിട്ടൊരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കലാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുക, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ PV അൻവറിനെതിരെ കേസ് നൽകിയിരിക്കുകയാണ് P. ശശി. എന്താണ് പരാതിയിൽ പറയുന്നത്? PV അൻവറിന് പിന്നിൽ അധോലോക സംഘമാണെന്ന് അടക്കമാണ് ഇപ്പോൾ P. ശശിയുടെ ആരോപണം. സ്മൃതി, അതായത് തുടർച്ചയായ രീതിയിൽ PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തനിക്കെതിരെയും ഉയർത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ചില പ്രതികരണങ്ങൾ, ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇത്തരമൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ, അതായത് ഈ PV അൻവർ ഇത്തരത്തിൽ P. ശശിക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയച്ചുകൊണ്ടുള്ള നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി ലഭിക്കാതിരിക്കുകയും അതിൽ ആവശ്യപ്പെടുന്നത് പോലെ ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില പരാമർശങ്ങൾ അൻവർ പിൻവലിക്കാൻ തയ്യാറാവാത്ത ഇരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയിൽ തന്നെ ഇത്തരമൊരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് ഇപ്പോൾ P. ശശി കടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ കോടതിയിൽ ഈ പരാതി അല്ലെങ്കിൽ ഹർജി നൽകിയതിനു ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ P. ശശി വ്യക്തമാക്കിയത് PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ വിവാദങ്ങളുടെ ഏറ്റവും തുടക്കഘട്ടത്തിൽ P. ശശിക്ക് പിന്നിൽ ചില ഇടപാടുകൾ, ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ആരോപണം അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ P. ശശി തന്നെ അൻവറിനെതിരെ ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണ് ഉള്ളത്. അൻവറിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം തടയുന്ന സർക്കാരിനെ, അതായത് അൻവർ ചില നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അത് സർക്കാർ തടയാൻ ശ്രമിച്ചു, അതാണ് അൻവറിനെ കൂടുതൽ പ്രകോപിതനാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ P. ശശി പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു നിയമപരമായ നടപടിയിലേക്ക് കൂടി കടക്കുമ്പോൾ സ്വാഭാവികമായും അൻവറിന് അതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. വക്കീൽ നോട്ടീസിനുൾപ്പെടെ മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ P. ശശി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് തന്നെ ഹർജിയും ഒരു ക്രിമിനൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ കോടതി നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും അൻവറിന് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് വരാതിരിക്കാൻ നിർവാഹമില്ല. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശി മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾക്കറിയാം, ഈ പാലക്കാടും ചേലക്കരയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കണം. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ അന്നേ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തി വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും P. ശശിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനും അതുപോലെ ഈ പൊതുമരാമത്ത് മന്ത്രിയുമായിട്ടുള്ള റിയാസിനെതിരെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെയെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ അല്ലെങ്കിൽ അതിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തയ്യാറായി എന്നതും വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിക്കുന്ന അൻവറിനെ താൽക്കാലികമായെങ്കിലും ഒരു നിയമ നടപടികളിലേക്ക് കടന്ന് ഒന്ന് മിണ്ടാട്ടം മുട്ടിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഉദ്ദേശമാണ്. എങ്കിൽ കൂടി ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂർ, തലശ്ശേരി കോടതികളിലാണ് ഇപ്പോൾ ഇത്തരമൊരു ഹർജി P. ശശി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ള അഡ്വക്കേറ്റ് K. വിശ്വനാണ് ഇതിനകത്ത് നിയമപരമായിട്ടുള്ള സഹായം അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിയമപരമായ നടപടികളിലേക്ക് അൻവർ CPIM പോരാട്ടം, അൻവർ ശശി പോരാട്ടം കടന്നിരിക്കുന്നു കൂടി. അൻവർ ശശി പോരാട്ടം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് PV അൻവറിന്റെ പ്രതികരണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. PV അൻവറിനെതിരെ ക്രിമിനൽ അപകീർത്തി കേസാണ് ഇപ്പോൾ P. ശശി ഫയൽ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. എല്ലാ ആരോപണങ്ങളിലും അപ്പുറത്ത് P. ശശിയുടെ പേര് ചേർത്തുകൊണ്ടാണ് അൻവർ പ്രതികരണം നടത്തിയിരുന്നത്. അപ്പോൾ തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണ് എന്നതടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേർക്കുള്ള ആക്രമണങ്ങളെന്നും ശശി പറഞ്ഞിരിക്കുന്നു.